ഹായ് ഗായ്സ്, ഗലിബ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 6th വീക്ക് എവിഷനിലേക്കുള്ള വാശിയേറിയ വോട്ടിംഗ് പോരാട്ടമാണ് ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണി വരെയുള്ളൊരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ളത് 13 മത്സരാർത്ഥികളാണുള്ളത്. ആ 13 മത്സരാർത്ഥികൾ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറത്തിന് വോട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ മത്സരാർത്ഥി സേവ് ആവത്തുള്ളൂ. അതോടൊപ്പം ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇതൊരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസാണ്. വരും മണിക്കൂറിൽ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങൾ ബിഗ് ബോസ് ബന്ധപ്പെട്ട ന്യൂസ് അറിയാൻ നമ്മുടെ ചാനൽ സന്ദർശിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇന്ന് 3 മണി വോട്ടിംഗ് ലിസ്റ്റിൽ 1ാം പൊസിഷൻ അനിമോൾ തന്നെയാണ് തുടരുന്നത്. അനിമോൾ ഇപ്പോൾ മറ്റുള്ള മത്സരാർത്ഥികളിൽ നിന്ന് ബഹുദൂരം മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വോട്ടിംഗ് ശതമാനം കയറിയിട്ടുണ്ട്. ഇപ്പോൾ 12,450 വോട്ട് നേടി 1ാം പൊസിഷനാണുള്ളത്. 2ാം പൊസിഷൻ അനീഷ് തന്നെയാണ് തുടരുന്നത്. വോട്ടിങ്ങിന് തുടക്കം തൊട്ട് അനീഷ് 2ാം പൊസിഷനാണ്. പക്ഷേ ഒരു ഘട്ടത്തിലും അനിമോളെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ 10,690 വോട്ട് നേടി 2ാം പൊസിഷനാണുള്ളത്. 3ാം പൊസിഷനിൽ ആദില തിരിച്ചു കയറി വന്നിരിക്കുകയാണ്. നേരത്തെ അക്ബർ ഖാനുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തൻ്റെ പൊസിഷൻ നഷ്ടപ്പെട്ട് 4ാം പൊസിഷനിൽ വീണു പോയിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും 3ാം പൊസിഷൻ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. 9,409 വോട്ടോടുകൂടി 3ാം പൊസിഷനുണ്ട്. 4ാം പൊസിഷനിൽ അക്ബർ ഖാൻ തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടെ ഇപ്പോഴും ആദിലയുമായിട്ട് അടുത്തടുത്ത് ഉള്ള ഒരു വോട്ടിംഗ് പാറ്റേണാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ 9,207 വോട്ട് നേടി 4ാം പൊസിഷനാണുള്ളത്. 5ാം പൊസിഷനിൽ ആര്യൻ തന്നെ തുടരുകയാണ്. ആര്യന് നല്ല രീതിയിലുള്ള വോട്ട് മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 7,808 വോട്ട് നേടിയാണ് ആര്യൻ 5ാം പൊസിഷനിൽ നിലനിർത്തിയിരിക്കുന്നത്. 6ാം പൊസിഷനിൽ നെവിനാണുള്ളത്. നെവിന് നല്ല രീതിയിലുള്ള വോട്ടിംഗ് കുറവ് കണ്ടുവരുന്നുണ്ട്. എന്നിരുന്നാൽ കൂടെ തൻ്റെ 6ാം പൊസിഷൻ തന്നെ നിലനിർത്താൻ നെവിന് സാധിച്ചിട്ടുണ്ട്. 7,655 വോട്ടാണ് നേടിയിരിക്കുന്നത്. വരും മണിക്കൂറുകളിലെ വോട്ടിംഗ് വളരെ നിർണയമാണ്. 7ാം പൊസിഷനിൽ റന ഫാത്തിമ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. റന ഫാത്തിമയ്ക്ക് ഇപ്പോൾ ചെറിയ രീതിയിലുള്ളൊരു വോട്ടിംഗ് മുന്നേറ്റം കണ്ടുവരുന്നുണ്ട്. 7,001 വോട്ട് നേടിയാണ് 7ാം പൊസിഷനിലേക്ക് റന ഫാത്തിമ കയറി വന്നത്. 8ാം പൊസിഷനിൽ ബിന്നി സബാഷിനാണുള്ളത്. ബിന്നി സബാഷിൻ്റെ വോട്ടിംഗ് നിലയിൽ നല്ല രീതിയിൽ മാറ്റമുണ്ട്. ഇപ്പോൾ നല്ലൊരു മുന്നേറ്റം നടത്തി 6,935 വോട്ടിൻ്റെ മുന്നേറ്റത്തിൽ 8ാം പൊസിഷൻ തന്നെ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. 9ാം പൊസിഷനിൽ വേദലക്ഷ്മിയാണുള്ളത്. വേദലക്ഷ്മി നേരത്തെ നല്ല രീതിയിലുള്ള വോട്ടിംഗ് കുറവ് വന്ന് പിന്നിലേക്ക് പോയിരുന്ന മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ ഇന്ന് കാലത്ത് മുതലേ നല്ലൊരു വോട്ടിംഗ് പാറ്റേണുമായിട്ട് മുന്നേറി ഇപ്പോൾ 9ാം പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. 6,878 വോട്ടിൻ്റെ ബലത്തിലാണ് 9ാം പൊസിഷനുള്ളത്. 10ാം പൊസിഷനിലേക്ക് അഭിലാഷ് തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. അഭിലാഷിന് ഇപ്പോൾ നല്ല രീതിയിലൊരു വോട്ടിംഗ് കുറവ് കണ്ടുവരുന്നുണ്ട്. 6,789 വോട്ടിൻ്റെ ബലത്തിലാണ് 10ാം പൊസിഷനിൽ നിലകൊള്ളുന്നത്. 11ാം പൊസിഷനിൽ മസ്താനി തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. മസ്താനി ഇപ്പോൾ നല്ല രീതിയിലുള്ള വോട്ട് മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അഭിലാഷുമായിട്ട് ഏകദേശം ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 6,433 വോട്ട് നേടി 11ാം പൊസിഷനിലാണുള്ളത്. 12ാം പൊസിഷനിൽ പ്രവീൺ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. പ്രവീണിനും നല്ല രീതിയിലുള്ളൊരു വോട്ടിംഗ് മുന്നേറ്റം കണ്ടുവരുന്നുണ്ട്. വരും മണിക്കൂറുള്ള വോട്ടിംഗ് നിർണ്ണയമാണ്. ഇപ്പോൾ ഡേഞ്ചർ സോണിലാണ്. എന്നിരുന്നാൽ കൂടെ 5,975 വോട്ട് നേടി 12ാം പൊസിഷനാണുള്ളത്. 13ാം പൊസിഷനിൽ സാബുമാൻ തന്നെയാണ് തുടരുന്നത്. യാതൊരു മുന്നേറ്റവും ഇതുവരെയും കണ്ടിട്ടില്ല. 5,766 വോട്ട് നേടി ഡേഞ്ചർ സോണിൽ തന്നെ തുടരുന്ന കാഴ്ചയാണ് കാണുന്നത്.